ഇന്നലെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ യുദ്ധസമാനം. കേരള പോലീസിന് നാണക്കേടായ ദിവസം. വീഴ്ചകൾ എണ്ണാൻ തുടങ്ങിയാൽ തീരില്ല. ഒന്ന്, മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇഡി എത്തുമ്പോൾ പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങുമെന്ന് വിലയിരുത്തിയില്ലേ? രണ്ട്, രാവിലെ 7 മണിയോടെ മാധ്യമങ്ങൾ അറിഞ്ഞു റെയ്ഡിനെ പറ്റി. ഉദ്യോഗസ്ഥരെത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം കേരളം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. പക്ഷേ ഒന്നും അറിഞ്ഞില്ല എന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പറയുകയാണ്. 3, തിരുവനന്തപുരത്തും കണ്ണൂരും കോഴിക്കോടും തടിച്ചുകൂടുന്ന ജനക്കൂട്ടത്തെ രാവിലെ മുതൽ ടിവിയിൽ കണ്ടിട്ടും നമ്മുടെ പോലീസ് എന്ത് ചെയ്തു? 4, ഇഡി ആക്രമിക്കുന്ന പ്രവർത്തകർ, മുട്ടയെറിയുന്ന പ്രവർത്തകർ, കയ്യിൽ കമ്പിയും കമ്പുമുള്ള പ്രവർത്തകർ. പക്ഷേ ആ പ്രവർത്തകരെ കയറി പിടികൂടാൻ കെഞ്ചുന്ന കേരള പോലീസ്. കേരള പോലീസിന് നാണക്കേടിന്റെ പൊൻതൂവലാണിത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കളെ ഒഴിവാക്കാനാണോ പോലീസിന്റെ പ്ലാൻ? കാറിന് നേരെ ചീമുട്ട എറിഞ്ഞ മുൻ കൗൺസിലർ അല്പസമയം മുൻപാണ് പിടിയിലായത്. ഇന്നലെ പോലീസിന്റെ മുന്നിലൂടെ നടന്നയാളാണ്. ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടാണ് പിടികൂടിയതല്ല പിടികൊടുത്തതാണ്, പിടിയിലായതാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ് IP ബിനു പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ വീഴ്ച? അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനന്തൻ, എണ്ണിയാൽ ഒടുങ്ങാത്ത വീഴ്ചകൾ കേരള പോലീസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഇന്നലെ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. ഇതിപ്പോൾ ഇന്ന് ആഭ്യന്തരമന്ത്രി DGPയുമായി കൂടിക്കാഴ്ച നടത്തി ഈ റിപ്പോർട്ട് തേടി. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ എന്ത് നടപടി ഉണ്ടാകും? ആര്യ, ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തലസ്ഥാന നഗരത്തിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച വന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെയും ഇന്റലിജൻസ് മേധാവി P വിജയനെയും വിളിപ്പിച്ചത്. ഇരുവരും വഴുതക്കാട്ടെ മന്ത്രിയുടെ വീട്ടിലെത്തിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുത്തത്. അതിനുശേഷം DGP പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അന്വേഷിക്കും എന്നുള്ളതാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കുമെന്നാണ്. ഏതായാലും പ്രത്യക്ഷത്തിൽ ഇന്നലെ ആ സ്ഥലത്ത് നിന്ന് രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയിൽ നമുക്കും നേരിട്ട് വ്യക്തമായതാണ് അതിനകത്തെ വീഴ്ചകൾ. കാരണം രാവിലെ മുതൽ ആദ്യം നമ്മളവിടെ റിപ്പോർട്ടിങ്ങിന് ചെല്ലുമ്പോൾ പിണറായി വിജയന്റെ, പ്രതിപക്ഷ നേതാവിന്റെ ബന്ധുക്കളും ഒപ്പം പേഴ്സണൽ സ്റ്റാഫും മാത്രമാണ് പുറത്ത് കടയിൽ ഉണ്ടായിരുന്നത്, വീടിന് പുറത്ത്. അവരെല്ലാം പുറത്താക്കിയിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടങ്ങിയത്. അതിനുശേഷം മെല്ലെ കുറച്ചധികം പ്രവർത്തകർ വന്നു. വട്ടിയൂർക്കാവിലെ മുൻ MLA VK പ്രശാന്ത് വരുന്നു. അതിന് പിന്നാലെ ഓരോ നേതാക്കളായിട്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു. പിന്നീട് CPMന്റെ ഒരു വലിയ ജനസഞ്ചയം തന്നെ അവിടെ രൂപപ്പെട്ടു. അത് പിന്നീട് പലപ്പോഴും അത് അക്രമാസക്തമായപ്പോൾ നേതാക്കൾ ഇടപെട്ട് വലിയൊരു ബാച്ചിനെ അവിടെ നിന്ന് പ്രകടനമായി പാളയത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പിന്നെയും ആളുകൾ അസംബിൾ ചെയ്തു. അപ്പോൾ ഇതെല്ലാം അവിടെ പോലീസ് കാണുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ അതിനനുസരിച്ച് ഒരു മുൻ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ, അതും കേരളത്തിൽ 10 വർഷം തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പ്രശ്നം. ഇപ്പോൾ പലയിടങ്ങളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. കണ്ണൂരിൽ പിണറായിയിൽ റെയ്ഡ് ഉണ്ടായിരുന്നു, കോഴിക്കോട് റെയ്ഡ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തും റെയ്ഡ് ഉണ്ടായിരുന്നു, കൊച്ചിയിലും റെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായിയുമായി ബന്ധമുള്ള കണ്ണൂരിലെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞു, ED ഉദ്യോഗസ്ഥർ മടങ്ങി. അവിടെയും വലിയ ജനസഞ്ചയം ഉണ്ടായിരുന്നു. അവിടെയും CPMന്റെ ജില്ലയിലെ നേതാക്കൾ എല്ലാവരും, P ജയരാജൻ, KK ശൈലജ, രാകേഷ്, അങ്ങനെ നേതാക്കൾ എല്ലാവരും അണിനിരന്നിരുന്നു. പക്ഷേ അവിടെ പോലീസിനും നേതാക്കൾക്കും തമ്മിൽ സംസാരിച്ചൊരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നു. മറ്റിടങ്ങളിലൊന്നും ഈ അനിഷ്ട സംഭവങ്ങളില്ല. അപ്പോൾ ഇവിടെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മാത്രമാണ് വീഴ്ച. അതെന്തുകൊണ്ടാണ്? അതിലാണ് സംശയങ്ങൾ ഉടലെടുക്കുന്നത് ആര്യ. കാരണം അവിടെ പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാക്കളെല്ലാം, CPM സംസ്ഥാന സെക്രട്ടറി ആ സമരത്തിൽ പങ്കെടുത്ത് ഈ അക്രമത്തിന് മുൻപ് മടങ്ങിയതാണ്. V ശിവൻകുട്ടി, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രിമാരാണ്. അതുപോലെ പ്രധാനപ്പെട്ട V ജോയ് MLA അടക്കം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നേതാക്കളുടെ വാക്പിടിയിൽ ഒതുങ്ങാതെ പ്രവർത്തകർ അക്രമാസക്തരായതെങ്ങനെ? അതിനു പിന്നിൽ ഇവർക്ക് പാരലായി മറ്റെന്തെങ്കിലും ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു തരത്തിലും നേതാക്കളുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ എങ്ങനെ രൂപപ്പെട്ടു, അവരവിടെ എങ്ങനെ തമ്പടിച്ചു, അവരെ ആരാണ് കൊണ്ടുവന്നത്, ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇതിനൊരു ആസൂത്രിത സ്വഭാവമുണ്ട് എന്നുള്ളത് ഇന്റലിജൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കവറിൽ കൊണ്ടുവന്നാണ് എറിഞ്ഞത്. അപ്പോൾ മുട്ട കവറിൽ കൊണ്ടുവന്ന വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടില്ലല്ലോ, അത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. അപ്പോൾ അത് തന്നെ ഒരു ആസൂത്രിത സ്വഭാവമാണ്.
അപ്പോൾ അങ്ങനെ ഒരു ടീം അവിടെ രൂപപ്പെട്ടു ഈ ആക്രമണത്തിന് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ വാഹനം ഇറങ്ങി വരുമ്പോൾ ആ വാഹനം അടിച്ച് തകർക്കണമെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചതാണോ, അതല്ല യാദൃശ്ചികമായുള്ള വികാര പ്രക്ഷുബ്ധതയിൽ ഉണ്ടായതാണോ എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അതിനൊരു ആസൂത്രിത സ്വഭാവമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിലയിരുത്തുന്നത്. അത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തരമന്ത്രിയും അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്നുള്ളൊരു നിർദ്ദേശം പോലീസിന് നൽകി എന്നുള്ളതാണ്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചും വലിയ നാണക്കേടായി. പോലീസിനെ സംബന്ധിച്ച് നാണക്കേടെന്ന് പറയുമ്പോൾ അനന്തൻ നേതാക്കളോട് കെഞ്ചുകയാണ് പ്രവർത്തകരെ വിട്ടുതരണമെന്ന്. നേതാക്കൾ വന്ന് പറയുകയാണ്, നിങ്ങൾ പൊക്കോളൂ, പ്രതികൾ പിന്നാലെ എത്തും. അതെന്ത് ഭരണ സംവിധാനമാണ്? ആഭ്യന്തര വകുപ്പ് പാർട്ടി പ്രവർത്തകരാണോ ഇപ്പോഴും കൈയാളുന്നത്? തീർച്ചയായിട്ടും ഇതിനു മുൻപ് ഒരു വനിതാ IPS ഓഫീസർ തന്നെ സംസ്ഥാനം LDF ഭരണ സമയത്ത് തന്നെ പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് നേരെ തിരിച്ചാണ്. അവിടെ ലോ ആൻഡ് ഓർഡർ ADGP അടക്കം വന്ന് നിന്ന് CPM നേതാക്കളോട് പ്രതികളെ വേണം എന്ന് വളരെ താഴ്മയെ അപേക്ഷിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല അതിനിടയിലൂടെ തന്ത്രപൂർവ്വം 4 പ്രതികളെ മറച്ചു പിടിച്ച് പോലീസിന് കൈമാറി അവിടെ നിന്ന് പ്രശ്നം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ കാര്യമായ അറസ്റ്റുകളിലേക്കൊക്കെ പോയിരിക്കുന്നു. 16 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ ജില്ലയിൽ ഈ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട CPM നേതാവാണ് IP ബിനു അടക്കം പിടിയിലായി. അപ്പോൾ ഇനി 16 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ബാക്കി 300 പേർക്കെതിരെയാണ് കേസ്. അപ്പോൾ ഇനി നമുക്കറിയാനുള്ളത് ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ ആ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ പ്രതിയാകേണ്ടതാണ്. കാരണം അവരുടെ സമരത്തെ തുടർന്നാണല്ലോ ഇത് സമരം ഈ അക്രമാസക്തമാകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ ഇതിനകത്ത് പ്രതിയാകുമോ, അവരെയൊക്കെ അറസ്റ്റിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് ഒരു ഉന്നതതല അന്വേഷണത്തിന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും തൽക്കാലം പോലീസ് നോക്കുന്നത് കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, പ്രധാനപ്പെട്ട പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരാൾ ആറ്റുകാൽ ഉണ്ണികൃഷ്ണനാണ് പിടിയിലാകാനുള്ള പ്രമുഖൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി ഐഡന്റിഫൈ ചെയ്യുന്നതനുസരിച്ച് പ്രതികളെ പിടിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്, തിരുവനന്തപുരം സിറ്റി പോലീസിന് എന്താണ് സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലും പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും കൈവിട്ടുപോയി ആൾക്കൂട്ടം. അവിടെ രാഹുൽ ഗാന്ധി അടക്കം വരേണ്ട പ്രധാനപ്പെട്ട VIP ഗേറ്റ് അത് നാട്ടുകാർ കൈയടക്കുന്നതാണ് കണ്ടത്. അവിടെ സുരക്ഷ പാളി. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ മുൻകൂട്ടി കണ്ട് അവിടെ സുരക്ഷ ഒരുക്കുന്നതിൽ സിറ്റി പോലീസിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടോ? ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണഗതിയിലുള്ള നടപടിയാണ് ജില്ല വിട്ട് പോലീസുകാരെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. അത് ഇലക്ഷൻ കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ പിൻവലിക്കുമ്പോൾ തിരിച്ച് അതത് ജില്ലകളിലേക്കും അത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കും ആ പോലീസുകാരെ തിരിച്ചു കൊണ്ടുവരണം. ഉദ്യോഗസ്ഥരെ DYSP റാങ്ക് മുതൽ താഴോട്ടുള്ള പോലീസുകാരെ SI-മാർ വരെയുള്ളവരെ ഇതുവരെ ആ ഇലക്ഷൻ ട്രാൻസ്ഫർ തിരിച്ച് നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരും DYSP-മാരടക്കം SI-മാരടക്കമുള്ളവർ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലയിൽ നിന്നുള്ള പോലീസുകാരാണ്. അവർക്ക് തിരുവനന്തപുരത്തിൻ്റെ പൾസ് അറിയില്ല, തിരുവനന്തപുരം നഗരത്തിൻ്റെ രീതികൾ അറിയില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത് തിരുവനന്തപുരംകാരായ പോലീസുകാരൊക്കെ കോട്ടയത്തും ആലപ്പുഴയും കൊല്ലത്തും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ അവരെ എത്രയോ മുൻപേ കൊണ്ടുവരേണ്ടതായിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്താണ് തടസ്സം, എന്താണ് പോലീസിനുള്ളിൽ ട്രാൻസ്ഫറിനൊക്കെ തടസ്സമായി നിൽക്കുന്നത്? ആ പോലീസുകാരുണ്ടായിരുന്നെങ്കിൽ അവർക്കറിയാം. CPM ഇപ്പോൾ പിണറായി വിജയൻ്റെ വീടിരിക്കുന്ന ബേക്കറി ജംഗ്ഷൻ അവിടെ ഒരു CPM-ൻ്റെ ഒരു സമരം വരുമ്പോൾ പെട്ടെന്ന് CPM-ന് എവിടെ നിന്നൊക്കെയാണ് പ്രവർത്തകരെ ജനറേറ്റ് ചെയ്യുക? അതിന് ഉതകുന്ന സ്ഥലമാണ് പാളയം, വഞ്ചിയൂർ, അതുപോലെ തന്നെ മ്യൂസിയം മേഖല, അപ്പോൾ അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ അവിടെയൊക്കെ SFI പ്രവർത്തകരൊക്കെ എപ്പോഴും ഉള്ളതാണ്. ഒരു 500 പേരെ പെട്ടെന്ന് അസംബ്ലി ചെയ്യിക്കാൻ CPM-ന് പെട്ടെന്ന് കഴിയുന്ന സ്ഥലമാണ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ആ പ്രത്യേക സോണാക്കി തിരിച്ച് അവിടെ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതും ക്രമേണ ആൾബലം കൂടുമ്പോൾ, ആളെണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ഇന്നിപ്പോൾ DGP പുറത്തിറങ്ങി വന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു 300 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. ആ 300 പോലീസുകാരെന്ന് അദ്ദേഹം പറയുന്ന കണക്ക് സംസ്ഥാനത്തൊട്ടാകെ, അതായത് കണ്ണൂരിൽ പിണറായി വിജയന്റെ വീടിന് മുന്നിലടക്കം കോഴിക്കോടടക്കം വിന്യസിച്ച പോലീസുകാരാണ്. അതിനിടയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പർട്ടിക്കുലർ പ്ലേസിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട പ്ലേസിൽ 50 പോലീസുകാർ മാത്രമേ ഉള്ളായിരുന്നു എന്ന്. അപ്പോൾ 300 പേർക്കെതിരെ കേസെടുത്ത ഒരു സംഭവത്തിൽ അവിടെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കാൻ വേണ്ടി 50 പോലീസുകാരെ ഉള്ളായിരുന്നു. അതിന് തൊട്ടടുത്ത് വെളിപ്പാടകലെ ഒറ്റ വിസിൽ അടിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് നന്ദാവനം AR ക്യാമ്പിൽ 100 കണക്കിന് പോലീസുകാർ അവിടെ ഉണ്ട്. ഒറ്റ വിസിൽ മതി അവിടെ നിന്ന് ഒരു 100, 150, 200 പോലീസുകാരെ അസംബിൾ ചെയ്യാൻ. അപ്പോൾ ആരാണ് അതിനൊക്കെ വീഴ്ച വരുത്തിയത്? അതിലാണ് ഇനി അന്വേഷണം വേണ്ടത്. ശരി, ഇപ്പം നേരത്തെ ചൈത്ര തെരേസ ജോണിന്റെ കാര്യം സൂചിപ്പിച്ചു. അനന്തകൃഷ്ണൻ പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടികൂടിയ ചൈത്ര തെരേസ ജോണിന് പിന്നീട് ഏതൊക്കെ മേഖലകളിലേക്ക് തെറിപ്പിച്ചു എന്നുള്ളത് ചരിത്രമാണ്.